ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകൾ അറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും സീസൺ 7 വരുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന്. നമ്മൾ ഓൾറെഡി പ്രഡിക്ഷൻ ലിസ്റ്റുകളും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ കോൾ എത്തിയവര് ഓഡീഷൻ കഴിഞ്ഞവരുടെയൊക്കെ ലിസ്റ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൺഫർമേഷൻ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ പറയുന്നതായിരിക്കും ആരൊക്കെ ഈ ഒരു സീസണിലേക്ക് വരാൻ സാധ്യതകൾ ഉണ്ടെന്ന്. ഒരൊന്നര ആഴ്ചയോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു സീസണിലെ കൺഫർമേഷൻ കിട്ടുന്ന കുറേയൊക്കെ കണ്ടസ്റ്റൻസിന്റെ പേരുകൾ നമുക്ക് കിട്ടും. എന്താണേലും നോക്കാം. ഇപ്പോൾ ഞാൻ വന്നത് ഈ ഒരു സീസണിലേക്ക് എത്താൻ പോകുന്ന സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഹൈപ്പിൽ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇവരൊക്കെ സീസണിലേക്ക് എത്തുമെന്ന് പറയുന്ന ഒരു കുറച്ച് പേരുകളാണ്. ഇവരൊക്കെ ഈ ഒരു സീസണിലേക്ക് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ ഹൈപ്പുകൾ കിടന്ന് തള്ളുന്ന കുറെ ആൾക്കാരൊക്കെയാണ് ഇവരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉറപ്പായിട്ടും സീസണിലേക്ക് എത്തും അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ പേരുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത്. അപ്പം അവരുടെ കുറച്ച് പേരുകളാണ്. അപ്പോൾ ഇതിൽ ആരൊക്കെ വരുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല, വരാതിരിക്കാം. ഇത് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമായിട്ട് കണ്ടാൽ മതി. ഇതിൽ ആരൊക്കെ വരുമെന്നൊക്കെ നിങ്ങളും പറയുക. ഇവരിൽ ആരൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ആരൊക്കെ വരണ്ട എന്നും കമന്റിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന്. ആദ്യം തന്നെ മ്യൂസീഷ്യനും സിംഗറും ഒക്കെ ആയിട്ടുള്ള അക്ബർ ഖാൻ ഈ അടുത്താണ് കേൾക്കാൻ തുടങ്ങിയത് ആളെ പറ്റി. നമുക്ക് നോക്കാം ഈ ഒരു സീസണിലേക്ക് എത്തുമോ എന്ന്. ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരാളുടെ പേര് പറയുന്നത്. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊന്നും ഉൾപ്പെടുത്തിയിരുന്ന ഒരു ആളല്ല. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തൊരു സീനിയർ സീരിയൽ ആക്ടർ ആയിട്ടുള്ള ആദിത്യൻ ജയൻ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു സീസണിൽ വരുമോ വലിയ നോക്കാം. ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ആള് ബിഗ് ബോസ് സീസൺ 7 ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പല പോസ്റ്റുകളും കാണുന്നുണ്ട്. അപ്പോൾ നോക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് പറയുക. അടുത്തതും ഒരു സീനിയർ ആയിട്ടുള്ള സീരിയൽ ആക്ട്രസ് ആണ്. ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ സൂര്യയൊക്കെയുള്ള ചാനലുകളിൽ സീരിയൽസിലൊക്കെ ഉണ്ടായിരുന്ന രേഖ രതീഷ്. മുൻ സീസണുകളിലും പറയപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വ്യക്തി സീസൺ അല്ലെങ്കിൽ ബിഗ് ബോസ് സീസണിലേക്ക് എത്തുമെന്നൊക്കെ. കഴിഞ്ഞ സീസണിലും വൈൽഡ് കാർഡ് ലിസ്റ്റിലൊക്കെ നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് എത്തിയിരുന്നില്ല. അപ്പൊ ഈ ഒരു സീസണിലും പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ വരുന്നുണ്ട് ഈ ഒരാള് സീസണിലേക്ക് എത്തുമെന്നൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് ആക്ട്രസ്, മോഡൽ, ഡാൻസർ ഒക്കെ ആയിട്ടുള്ള ഇഷാനി നമ്മുടെ മുൻ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ നോക്കാം ഈ ഒരു സീസണിലേക്ക് എത്തുമോ ഇല്ല എന്നൊക്കെ ചർച്ചകളിലൊക്കെ വരുന്നുണ്ട് ഈ ഒരാളുടെ പേര്. അടുത്തത് സിനി ആക്ടർ ആയിട്ടുള്ള അപ്പാനി ശരത്ത് നമ്മുടെ തൊട്ട് മുന്നത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ കോളെത്തി എന്ന് പറഞ്ഞൊരു ലിസ്റ്റിലും അപ്പാനി ശരത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സീസണിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം നമുക്ക്. അടുത്തത് ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂവറും അതുപോലെ തന്നെ മുൻ ബിഗ് ബോസ് താരങ്ങളെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള നമ്മുടെ രോഹൻ ലോണ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. നല്ല രീതിയിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ചാൻസും പറയുന്നുണ്ട്. നോക്കാം, സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ ആളുടെ പേരും ബിഗ് ബോസിലേക്ക് പറയപ്പെടുന്നുണ്ട്. അടുത്തത് സ്റ്റാർ മാജിക് ഫെയിം ആക്ടർ, TV ഷോസിലും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷനിലും ഒക്കെയുള്ള നമ്മുടെ ബിനീഷ് ബാസ്റ്റിൻ ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ഉള്ള ഒരു ആൾ കൂടിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ പറയപ്പെടുന്നുണ്ട്. ആള് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഉണ്ട് എന്ന് എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരിക്കാം. അടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു അടുത്തായിട്ട് നല്ല രീതിയിൽ ഏറിപ്പോയിട്ടുള്ള ഒരു പ്രാങ്ക് കോളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രേക്ഷകർ എടുത്തിട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ RJ അഞ്ജലിയാണ്. അപ്പം ഒന്നോ രണ്ടോ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഞാൻ ആളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് കോൾ എത്തിയിട്ടുണ്ടെന്നും ആള് ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ പല പോസ്റ്റുകളും ഞാൻ കാണുന്നുണ്ട്. അപ്പം ആളുടെ പേരും കൂടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ 7 താരങ്ങളുടെ ലിസ്റ്റിലേക്ക് ഞാൻ ഉൾപ്പെടുത്തുകയാണ് RJ അഞ്ജലി. അപ്പൊ നിങ്ങൾ പറയുക ആളെത്തോ ഇല്ലയോ എന്നൊക്കെ. അടുത്തൊരാൾ ഒരു ഇന്റർവ്യൂവർ ആണ്. ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ കുറച്ച് ബോൾഡായിട്ട് കമന്റ്സുകൾ പാസ് ചെയ്യുന്ന, അത്യാവശ്യം ട്രോളിലൊക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ശാരികയാണ്. കഴിഞ്ഞ സീസണിലും കേട്ടിരുന്നു ശാരിക ബിഗ് ബോസിലേക്ക് എത്തുമെന്നൊക്കെ, ബട്ട് എത്തിയില്ല. അപ്പൊ ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ തുടക്കം സമയത്തൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, ബട്ട് ഈ ഒരു അവസാന സമയത്തേക്ക് ആളുടെ പേരുകളൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാധ്യതകൾ നല്ല രീതിയിലുണ്ട് ഈ ഒരു സീസണിലേക്ക് വരാൻ. എന്താണേലും നമുക്ക് നോക്കാം. അടുത്തത് ഓണ്ടർപ്രണറും ആക്ടറും ഒക്കെ ആയിട്ടുള്ള അരുൺ നായർ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലും ആളുടെ പേരുണ്ടായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ ആളുടെ പേര് പറയുന്നുണ്ട്. എന്താണേലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആള് വരുമോ ഇല്ലയോ എന്നൊക്കെ. അടുത്തത് ഈ ഒരു ബിഗ് ബോസ് സീസണിന് തൊട്ട് മുൻപ് അല്ലെന്നുണ്ടെങ്കിൽ സീസണിന്റെ ഒരു സീസണിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നതാണോ എന്ന് നമുക്കിപ്പോ ഒരു സംശയം തോന്നുന്നുണ്ട്. നമ്മുടെ രേണു സുധിയാണ്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കോൺട്രാവേഴ്സികളും, അതായത് ഒരു റീൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നീട് സോഷ്യൽ മീഡിയ ചർച്ചകളിലും സോഷ്യൽ മീഡിയ കോൺട്രാവേഴ്സികളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ താരം എന്ന് തന്നെ നമുക്ക് പറയാം രേണു സുധീനെ. അപ്പം ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ആളുടെ പേരും കേൾക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തുമെന്നൊക്കെ നോക്കാം നമുക്ക്. അടുത്തത് ട്രാൻസ് വുമൺ ആയിട്ടുള്ള സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ അമയ പ്രസാദ് ആണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ കേട്ടിരുന്നു അമയ പ്രസാദ് സീസൺ 6 എത്തുമെന്നൊക്കെ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എത്തിയില്ല. അപ്പൊ ഈ ഒരു സീസണിലും കേൾക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് കോൾ എത്തി എന്നൊക്കെയാണ് അറിയുന്നത്. നമുക്ക് നോക്കാം. അടുത്തൊരാളും സ്റ്റാർ മാജിക് ഫെയിം ആണ്, ആക്ട്രസ് ആണ്, TV ഷോസിൽ അതുപോലെ തന്നെ അത്യാവശ്യം ഇപ്പോൾ ഉദ്ഘാടനങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ അനുമോളാണ്. കഴിഞ്ഞൊരു സീസൺ കേട്ടു തുടങ്ങിയതാണ് അനുമോള് ബിഗ് ബോസിലേക്ക് എത്തുമെന്നൊക്കെ. എന്നാൽ
കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു സീസണിൽ നല്ലൊരു ചാൻസ് പറയുന്നുണ്ട്. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് കോൾ എത്തി, ഓഡീഷൻ കഴിഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അനുമോള് എത്തുവോ ഇല്ലയോ എന്നൊക്കെ. അടുത്തത് സീരിയൽ ആക്ടർ ആയിട്ടുള്ള ജിഷിൻ മോഹൻ. ജിഷിൻ മോഹൻ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 സീസണൊക്കെ ആയിട്ട് ഞാൻ കേൾക്കുന്നതാണ്. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. ആള് ബിഗ് ബോസിലേക്ക് എത്തുമെന്നൊക്കെ. ബട്ട് ലാസ്റ്റ് സമയത്തേക്ക് വരുമ്പോൾ ആള് മൊത്തത്തിൽ വാനിഷ് ആകുന്ന ഒരു കാഴ്ചയാണ്. അപ്പം ഈ ഒരു സീസണിലും ആളുടെ പേര് പറയപ്പെടുന്നുണ്ട്. നമ്മൾ 1-2 പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും പിന്നീട് ഒരു അറിവുമില്ല. പക്ഷേ ഇപ്പോൾ പല ചർച്ചകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ കാണുന്നുണ്ട് ആള് ബിഗ് ബോസ് സീസൺ 7ലേക്ക് ഉണ്ടാകുമെന്നൊക്കെ. എന്താണെങ്കിലും നമുക്ക് നോക്കാം ജിഷിൻ എത്തുമോ ഇല്ലയോ എന്ന്. അടുത്തത് യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള ബബിത ബബി. നമ്മൾ പല പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആള് തന്നെ പല പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ആളുടെ പേര് പറഞ്ഞിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റുകളുടെ വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. ആള് ബിഗ് ബോസിലേക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും ഞാനത് ഉൾപ്പെടുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടല്ലോ ആളുണ്ട്, സീസണിലേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാനും ആ ഒരു പേര് ഇവിടെ പറയുന്നത്. എത്തുമോ ഇല്ലയോ ഒന്നും അറിയില്ല. ബട്ട് അത് ചിലപ്പോൾ ബിഗ് ബോസിലേക്കുള്ള വരവ് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഹൈഡ് ചെയ്യാൻ വേണ്ടി, സീക്രട്ട് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എടുക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതെന്ത് തന്നെ ആയിക്കോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. നല്ല ആൾക്കാർ ബിഗ് ബോസിലേക്ക് വരണം. അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും പേരങ്ങ് പറഞ്ഞേക്കുക. അപ്പം ബിഗ് ബോസ് കുറച്ചുകൂടെ ടൈറ്റ് ആകട്ടെ അവരുടെ സെലക്ഷനും കാര്യങ്ങളും ഒക്കെ. അപ്പം ബബിത ബബിയുടെ പേരും യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള ആളുടെ പേരും പറയപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. ആള് ബിഗ് ബോസിലേക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നോക്കാം അടുത്തത് ആരാണെന്ന്. CT ബെർണാഡ്. LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു സീസണിലേക്ക് ഇപ്പോൾ പറയുന്നുണ്ട് സീസൺ 7ലേക്ക് എത്തുമെന്നൊക്കെ. നമുക്ക് നോക്കാം. അടുത്തതും കഴിഞ്ഞ 2 സീസണുകളിലായി പറയപ്പെടുന്ന നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നോറയാണ്. കഴിഞ്ഞ സീസണുകളിൽ അവര് എത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഒടുവിൽ അവര് പിന്മാറുന്നു. അപ്പൊ ഈ ഒരു സീസണിലേക്കും വിളിച്ചിട്ടുണ്ടെന്ന് അവര് തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഈ ഒരു സീസണിലും പറയപ്പെടുന്നുണ്ട് അവര് കപ്പിൾസ് ആയിട്ട് തന്നെ ഈ ഒരു സീസണിലേക്ക് എത്തുമെന്നൊക്കെ. അപ്പൊ നമുക്ക് നോക്കാൻ വരുമോ ഇല്ലയോ. അടുത്തത് നമ്മുടെ മസ്താനിയാണ്. സോഷ്യൽ മീഡിയ അത്യാവശ്യം കോൺട്രാവേഴ്സികളിലും ഒരു ബസ്സിൽ വെച്ചിട്ട് ഒരാള് അപമര്യാദയായി പെരുമാറി എന്നൊക്കെ പറഞ്ഞ കേസും ബഹളങ്ങളും ഒക്കെ ആയിട്ട് അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഹൈപ്പിലേക്ക് വന്നിട്ടുള്ള ഒരു ആളാണ് മസ്താനി. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാമെന്ന് കരുതുന്നു. അപ്പം ഉള്ള ഒരാളുടെ പേരും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് പറയപ്പെടുന്നുണ്ട്, എത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ നോക്കാം ആരൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഈ ഒരു സീസണൊക്കെ. നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ അടിപൊളിയായിരിക്കണം. അവരൊക്കെ ആര് വന്നാലും നമുക്ക് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള അവന്തിക മോഹനാണ്. അപ്പം ഈ അടുത്തായിട്ടൊക്കെയാണ് ആളുടെ പേരും, അല്ലെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ മാസം തൊട്ട് ആളുടെ പേരും കേൾക്കുന്നുണ്ട് ഈ ഒരു സീസണിലേക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ മലയാളം അത്രയ്ക്ക് നന്നായിട്ട് അറിയാത്ത ഒരാളൊക്കെ ബിഗ് ബോസിൽ വരുമോ എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ട്. എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുന്നു സീസൺ 7ലേക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാനും ഉൾപ്പെടുത്തുന്നു. അടുത്തത് ജാസി അഷി. LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കമന്റുകളും അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞ് ബോൾഡ് ആയിട്ടുള്ള ഒരു ആൾ കൂടിയാണ്. അപ്പൊ നോക്കാം ഈ ഒരു സീസണിലേക്ക് എത്തുമോ എന്നൊക്കെ. അടുത്ത നമ്മുടെ ഉപ്പുമുളകും താരമായിട്ടുള്ള ബിജു സോപാനം. ഈ കഴിഞ്ഞ കാലത്തായിട്ട് കുറച്ച് കോൺട്രാവേഴ്സികളും കാര്യങ്ങളും കേസും ബഹളങ്ങളും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പൊങ്ങി നിന്നിരുന്ന ഒരു ആൾ കൂടിയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു സീസണിലേക്ക് എത്തുമോ എന്ന്. അടുത്തതും ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ ഫാമിലിയിൽ നിന്നുള്ള ഐശ്വര്യ റംസായി. അപ്പം മൗനരാഗമാണെന്ന് തോന്നുന്നു സീരിയൽ. അപ്പം ആളും ഈ ഒരു സീസണിലേക്ക് പറയപ്പെടുന്നുണ്ട്. അപ്പം എത്രത്തോളം എത്തുമെന്നൊന്നും അറിയില്ല. അപ്പം ഈ ഒരു ചർച്ചകളിലും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇയാളുടെ പേരും പറയുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് എത്തുമെന്നൊക്കെ. നമുക്ക് നോക്കാം. അവരൊക്കെ എത്തുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം. അപ്പം ഞാനൊരു സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന കുറച്ച് പേരുകളാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഇവരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. അപ്പം ഇവരിൽ ആരൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ആരൊക്കെ വരണ്ട എന്നൊക്കെ നിങ്ങൾ പ്രേക്ഷകർ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. ആരൊക്കെ എത്തുമെന്നും അല്ലെങ്കിൽ ആരൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റിൽ തന്നെ ഉൾപ്പെടുത്തുക. അതുപോലെ ഇതിൽ ആരൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നാകുമെന്നും കമന്റ് ആയിട്ട് പറയുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.